ഇവിടെ ഈ സംഭവം പറഞ്ഞ് കേട്ട് പോകേണ്ടതല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അരുതായ്മകളിലേക്ക് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കണം. അത് പഠിക്കുന്ന ചെറുപ്പക്കാരാ, നീ എങ്ങനെയാണ് കള്ളിലേക്ക് പോവുക? നീ എങ്ങനെയാണ് കഞ്ചാവിലേക്ക് പോവുക? നിന്റെ ഇഷ്ടമല്ല ഇവിടെ പരിഗണിക്കേണ്ടത്, ഹബീബിന്റെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ സ്നേഹിക്കണം. നിന്റെ വേഷം ഹബീബിന് ഇഷ്ടപ്പെട്ട വേഷമാകണം. നിന്റെ വസ്ത്രം നിര്യാണിക്ക് മേലെ ആകണം. നിന്റെ മുഖത്ത് ക്ലീൻ ഷേവ് ഉണ്ടാകരുത്. നിന്റെ വായിൽ പാൻ മസാലയുണ്ടാകരുത്. നിന്റെ ചെവിയിൽ പാട്ട് കേട്ടുകൊണ്ട് നീ മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന ആധുനിക സംഗീതത്തിനടിമയാകരുത്. പ്രിയപ്പെട്ട പെങ്ങളെ, അരമനയുടെ അകത്തളത്തിൽ നീലചിത്രങ്ങൾ മാറി മറിയരുത്. തെരുവിലേക്ക് ഇറങ്ങുമ്പോ ബോഡി ഷേപ്പ് പർദ്ദ ധരിക്കരുത്. പർദ്ദ ധരിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു 10 പവന്റെ മാല, പ്രകടനത്തിന് വേണ്ടി കറുത്ത പർദ്ദയുടെ മേലെ ഇട്ടിട്ട് നടക്കുന്ന പെങ്ങളെ ഇതാരെ കാണിക്കാനാണ്? നിന്റെ ഹബീബിന് ഇഷ്ടമാണോ? മദീനയിൽ കിടക്കുന്ന കാമുകന് ഇഷ്ടമാണോ? മദീനയിൽ കിടക്കുന്ന ഹൃദയത്തിന്റെ രാജാവ് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമില്ലാത്ത ഒരു നടപടിയും എന്റെ ജീവിതത്തിൽ വേണ്ട. അത് പ്രതിജ്ഞ എടുക്കാനാണ് ഈ സംഭവം പ്രചോദനമാകേണ്ടത്. മീലാദ് ആഘോഷിക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളതാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തിന്റെ മുഴുവനും റോൾ മോഡൽ. ഈ ലോകത്തിന്റെ മുഴുവനും ഉത്തമമായ മാതൃക. എന്റെയും നമ്മുടെയും നിങ്ങളുടെയും ഈ ലോകത്തിന്റെ മുഴുവനും മാതൃകയുടെ മണിമകുടമാരാണ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് മോളെ, പരിഷ്കാരത്തിന് അടിപ്പെട്ടുകൂടാ. സഹപാഠികൾ അങ്ങനെ, സഹപാഠികൾ ഇങ്ങനെ. മൊബൈൽ സംസ്കാരത്തിലൂടെ വൃത്തികെട്ട ചിത്രങ്ങളും ഹീനമായ പാട്ടുകളും കേട്ടുകൂടാ. കാരണം എന്തേ? എന്റെ ഹബീബിന് ഇഷ്ടമല്ല. എന്റെ ഹബീബാരാണ്? സറാപാ ചമനെ ഹേ ദിയാ ഹേ മദീന, ദവാ മാശനാ ഹേ ബഹാറേ മദീന. അനന്തമായ പ്രകാശം പൊഴിക്കുന്ന മദീനയിലെ രാജാവാണ്. ആ മദീനയിൽ കിടക്കുന്ന എന്റെ കാമുകി വർണ്ണനയുടെ വാചകങ്ങളാണ്. ഏതായാലും എന്റെ ഹബീബിന് ഇഷ്ടമല്ല എന്ന നിലയിൽ ഒന്ന് മാറ്റിവെക്കാൻ പറ്റണം മോളെ. നിന്റെ പരിഷ്കൃത സംസ്കാരത്തിൽ നിന്ന് സംസ്കൃത സംസ്കാരത്തിലേക്ക് വരണം. ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഏറ്റവും വലുത്. ഇന്ന് നോക്കൂ, വ്യഭിചാരമായ കാലം, ഇന്റർ ഫാമിലി സെക്സുകൾ അധികരിക്കുന്ന കാലം, മദ്യം സുലഭമായി വിനിയോഗിക്കപ്പെടുന്ന കാലം, അഭിമാനത്തിന്റെ സിംബലായി അരുതായി മാറുന്ന കാലം. ഇതിന്റെ നടുവിൽ ഈ കാലഘട്ടത്തിന്റെ വിപത്ത് തെറ്റധികരിച്ചു എന്നുള്ളതല്ല, തെറ്റ് ശരിയായി എന്നതാണ്. ഇതുപോലെ തെറ്റുകൾ ശരിവൽക്കരിക്കപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ നിന്നൊരു കൈപിടി ഒഴുകിയിട്ട് രക്ഷപ്പെടാനുള്ള വഴി ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ചില ന്യൂനപക്ഷമുണ്ട്. അവർക്ക് ഇത് റബീഉൽ അവ്വലാണെന്നത് പ്രത്യേകതയില്ല. തിരുനബിയുടെ അവദാനങ്ങളിൽ പാടാൻ അവർക്ക് നേരമില്ല. മോടെ കല്യാണത്തിന് ചമയിക്കാൻ നേരമുണ്ട്. മോന്റെ
ജന്മദിനത്തിന് സന്തോഷിക്കാൻ നേരമുണ്ട്. സ്വന്തം ജന്മദിനമാണെന്ന് അറിയുമ്പോൾ ആ സന്തോഷമുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ നാമം വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക് ഇത് റബീഉൽ അവ്വലാണ്. അഥവാ അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ മനാമി ബിദിക്രി മൗലിദി അഹ്മദി. അഥവാ ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്, കാലഘട്ടത്തിന്റെ വസന്തമല്ല. അഥവാ കാലാവസ്ഥയുടെ വസന്തമല്ല, ഭീഷ്മ വസന്ത ശൈത്യങ്ങളുടെ വ്യത്യാസങ്ങളിൽ പെട്ടതല്ല. ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ നിലക്ക് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് റബീഉൽ അവ്വൽ മാറ്റിവെക്കാൻ കഴിയുമോ? സാധ്യമല്ല. അപ്പൊ ചോദിക്കുമല്ല, റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ എവിടെയെങ്കിലും തെളിവുണ്ടോ? എടാ മോനെ, നിന്റെ പ്രിയപ്പെട്ട മോള് കല്യാണം കഴിക്കുന്ന സമയത്ത്, അവളുടെ കല്യാണത്തിന്റെ സമയത്ത് വീട്ടിൽ വിഭവം ഒരുക്കിയിട്ട് ആളെ വിളിച്ച് അവിടെയൊക്കെ ചമയിക്കാൻ നിനക്ക് തെളിവ് വേണ്ട, നീ അന്വേഷിക്കുന്നില്ല. കാരണം ഇത് സുമോഹനമായ ഒരു ദിനമാണ്, സന്തോഷത്തിന്റെ ഒരു വേളയാണ്. അത് മനസ്സിലാക്കിയിട്ട് നീ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ മുഴുവനും സന്തോഷമാണ്. ഇത് ലോകത്തിന്റെ മുഴുവനും പ്രഭാവിതമായ സുമോഹന സുദിനത്തിലെ പ്രപഞ്ചത്തിന്റെ മുഴുവനും ദീപ്തമാക്കുന്ന പരിശുദ്ധമായ ജന്മത്തിന്റെ വിശിഷ്ടമായ വസന്തത്തിന്റെ കവാടമൊരുക്കിയ തിരുജന്മത്തിന്റെ മഹനീയ മുഹൂർത്തമാണ്. കാലത്തിന്റെ കവിളിൽ കവിത വിരവിന ദിനമാണ്. രാവിലെയും വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുപോയ ദിനമാണ്. വിശുദ്ധാത്മാക്കൾ കയറിയത് ആമിനായുടെ മടിത്തട്ടിലൂടെയാണ്. വിശുദ്ധാത്മാക്കൾ കയറിയത് ഖുറൈശി കുലത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ ഇളയ മകനായ അബ്ദുല്ലാഹിയുടെ പ്രിയപത്നിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവായ മുസ്തഫായുടെ കരവലയത്തിലൂടെയാണ്. ആ ദിനമാണ് റബീഉൽ 12 തിങ്കളിൽ തിങ്കൾ ജനിച്ച സുമോഹന സുദിനം. അവിടെയാണ് ആഘോഷം വേണ്ടത്. അഥവാ ഹൃദയത്തിന്റെ തിങ്കൾ ജനിച്ച ദിവസമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മഹാന്മാര് ചോദിച്ചു, പകൽ സമയത്തെ പകലാണ് തെളിവ് പറയപ്പെടുന്ന കാലമാണ്. അത് എത്ര വലിയ രാത്രിയാണ് എന്നതിന് തെളിവ് ചോദിച്ചാൽ എത്ര വലിയ ഹതഭാഗ്യമായി ചുറ്റുപാടുമാണ് പോയത്. അതുപോലെയാണ് നബിയെ കുറിച്ച് സന്തോഷിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യം പകൽ സമയത്ത് പകലാണെന്ന് തെളിവ് ചോദിക്കുന്നത് പോലെയാണ്. ഇത് വൈകാരികമായി, സ്നേഹപരമായി, നേതൃത്വപരമായി ഉൾക്കൊള്ളേണ്ടതാണ്. ചുരുക്കി പറയാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കേണ്ട നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. അവിടുത്തെയുടെ മതത്തിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അരുതായ്മകളിൽ തട്ടിക്കളിക്കാതെ അനുവദിക്കപ്പെട്ടതിൽ തെറ്റ് ചെയ്യാൻ കഴിയണം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, അവിടെയൊക്കെ പണ്ട് സംസ്കാരക്കാരല്ല, വളരെ കുറവാ. എന്റെ ഉമ്മ കേടുന്ന സമയത്ത് ആളുകൾ പലയിടുന്ന സമയത്ത് അത്രയും പരിഗണിക്കപ്പെടാത്ത നാടായി. ഇന്നൊക്കെ ഇവിടെ എത്രയോ പരദാധാരികളാണ്,
ഞാൻ വിശ്വസിക്കുന്നത് അവർക്കൊക്കെ ഈമാൻ കൂടിയതുകൊണ്ടാണല്ല, പർദയിലെ ഈമാൻ പോയതുകൊണ്ടാണ്. കാരണം ഇന്ന് പർദയിലെ ഈമാൻ പോയിട്ട് ബോഡി ഷേപ്പ് പർദ ധരിച്ച് ശരീരത്തെ ഗ്ലാസിന്റെ ഉള്ളിൽ ഇട്ടതുപോലെ കൊണ്ടു നടക്കുന്ന വനിതകൾ മനസ്സിനോട് ചോദിക്കുക, നിങ്ങൾ എന്തിനത് ധരിക്കുന്നു? നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഇതെന്തിന് ഞാൻ ധരിക്കുന്നു? നല്ല നിലയ്ക്ക് പഠിച്ചവനെ പേടിച്ച് ജീവിക്കാനാണോ? എന്നാ തലയിലെ തൊണ്ടത്തിന്റെ നീളം കുറഞ്ഞു പോയത് എന്താണോ? തലയുടെ തട്ടം നാഴികയ്ക്ക് 40 വട്ടം നിലത്തോട്ട് പോകുന്നത് എന്താവും? അള്ളാഹുവിനെ പേടിച്ച് ഔറത്ത് മറക്കണമെന്ന ബോധമാണോ? അതല്ല, നിന്റെ ശരീരത്തിന്റെ എക്സിബിഷനിസം പ്രദർശനത്തിലെയാണോ ഇന്ന് പർദയിലൂടെ നടക്കുന്നത്? ഇവിടുത്തെ പർദ കമ്പനിക്കാർ ആളുകളെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല, മറിച്ച് അവരെ മുഴുവനും പരിഷ്കാരത്തിലേക്ക് കയറ്റി കൂട്ടിയിട്ട് എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഏതായാലും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടതുപോലെയാണ്. എന്റെ ഹബീബ് മദീനയിൽ കിടക്കുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെയാകണം. ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാനുള്ളതല്ല, എന്റെ ഹബീബിന്റെ ഇഷ്ടം പരിഗണിക്കാനുള്ളതാണ്. ജീവന് തുല്യമാണ് സ്വഹാബികൾ സ്നേഹിക്കുന്ന ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉഹദിന്റെ രണാങ്കണത്തിലെ രണ്ടാമത്തെ ഒരു സീൻ. എത്ര മനോഹരമായ ചിത്രമാണ് ഉഹദിന്റെ താഴ്വാരങ്ങളിൽ ഉയർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബിനെ വിളിക്കുന്നു. ഓ ഉബയ്യ് ഇബ്നു കഅബ്, ഈ രണാങ്കണത്തിന്റെ നാലുപാടും ഒന്ന് പരിശോധിച്ചു നോക്കണം. സഅദ് ഇബ്നു റബീഅ എവിടെ? ആ സഅദ് ഇബ്നു റബീഅ എവിടെയാണ്? ഫിൽ അഹ്യാഇ അം ഫിൽ അംവാത്? ജീവൻ ബാക്കിയുണ്ടോ? അതല്ല ലോകത്തോട് വിട പറഞ്ഞു പോയോ? അൻസ്വാറുകളുടെ സാരഥിയായ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഅ എവിടെയെന്ന് നോക്കണമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. സഹീഹു സീറയിലെ നിവേദനമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോ രണാങ്കണത്തിന്റെ ഒരു മൂലയിൽ മൃതപ്രായരായി കിടക്കുകയാണ്. അഥവാ ജീവന്റെ അവസാനത്തെ തുടിപ്പുമായി കിടക്കുന്നു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഅ. ചോദിക്കുകയാണ്, സഅദേ, എന്നെ പറഞ്ഞു വിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഫിൽ അഹ്യാഇ അം അൻത ഫിൽ അംവാത്? നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, പരിക്കു പറ്റി വിയോഗം തേടിയോ എന്ന് നോക്കാനാ നബി തങ്ങളെ വിട്ടത്. ഉടനെ അവിടുന്ന് പറയുന്നു, എനിക്ക് 12 മാരകമായ പരിക്കു പറ്റിപ്പോയി ഉബയ്യേ. പക്ഷേ ഈ പടക്കളത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയല്ലേ, ഞാനിവിടെ പരിക്കു പറ്റിയിട്ട് വേദനിക്കുകയാണെന്ന്. സഅദ് ഇബ്നു റബീഅ തങ്ങൾ പറയുകയാണ്, ഖുല്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജിദു റീഹൽ ജന്ന. ഞാൻ സ്വർഗസ്ഥനായി കിടക്കുകയാണ്, സ്വർഗീയ സൗഭാഗ്യത്തിലെ സുഗന്ധങ്ങളെ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് എന്നെന്റെ പ്രിയപ്പെട്ട നേതാവിനോട് പറയണം. വഖുല്ലി ഖൗമി അൽ അൻസാർ, എന്റെ അനുയായികളായ അൻസാറുകളോട് പറയണം, ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹി ഇൻ ഖലസ ഇലാ റസൂലില്ലാഹി അഹദുൻ വഫീകും ഐനുൻ തത്രിഫു. ഓ ഉബയ്യ് ഇബ്നു കഅബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയേണ്ടത്, ഞാൻ ഇവിടെ സ്വർഗീയ സുഗന്ധം അനുഭവിച്ച് കിടക്കുകയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ എന്റെ
വസല്ലം തങ്ങളെ ആരെങ്കിലും നേരിട്ടാൽ വഫീകും ഐനുൻ തത്രിഫൂ, നിങ്ങളുടെ ഇമയനക്കാൻ ജീവനുള്ള സമയത്ത് ആരോരുമില്ലാതെ നബി തങ്ങൾ ഒറ്റപ്പെട്ട് ശത്രുക്കൾ വന്ന് പിടിച്ചുപോയാൽ പടച്ചവന്റെ അടുക്കൽ നിങ്ങൾക്ക് കാരണം ബോധിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഹബീബായ നബിയുടെ ഹിമായത്ത് നടത്തണേ. എനിക്കിവിടെ വിഷയമില്ല. ജാൻ ഖുർബാൻ ദേ രഹാ ഹോ ആശിഖേ അബ്റാർ പർ, ദീൻ ഖുർബാൻ ദേ രഹാ ഹോ ആശിഖേ മുഖ്താർ പർ. എന്റെ ഹബീബിന് വേണ്ടി ആദർശത്തെയും ആത്മാവിനെയും ഭൗതികമായ പരിപ്രേക്ഷ്യങ്ങളെ ആകമാനം പണയം വെക്കുവാൻ തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞവരാ സ്വഹാബത്ത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികളായ ആളുകൾക്ക് അവരവരുടെ ജീവനേക്കാൾ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഒരു പ്രമേയം മാത്രം ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചാൽ ഇവിടെ ആലിമീങ്ങളുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, എത്ര ഉദാഹരണമാ ചരിത്രത്തിൽ നിന്ന് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവനേക്കാൾ വലുതായി സ്ഥാനത്തേക്ക് എത്തുമ്പോഴേ ഈമാൻ സമ്പൂർണമാകൂ. അതല്ലേ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ബദർ യുദ്ധത്തിന്റെ തലേന്ന് വിളിച്ചു പറയുകയാണ്, അല്ലയോ നബിയേ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം തങ്ങളുടെ കൂടെ ധർമ്മസമരത്തിലാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ മുഴുവനും പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഇതിന് തുല്യമായി വേറൊരാളെയും കാണാൻ പറ്റൂല. ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി ഇതുപോലെ അനുയായികൾ സമർപ്പിച്ചതിന്റെ ഉദാഹരണമുണ്ടോ? കാണാൻ കഴിയില്ല. ഇതുപോലെ ഒരു നേതാവിന് വേണ്ടി ലോകത്താരെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണ്. ആ പ്രേമം ഇങ്ങനെ ആസ്വദിക്കാനുള്ളതല്ല, മറിച്ചോ നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗികമായ തലത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഹബീബിന് ഇഷ്ടപ്പെട്ട ഒരു മുഖമുണ്ടാകണം. ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാടി വെക്കണം, അത് ഹബീബിന് പ്രിയപ്പെട്ടതാണ്. ക്ലീൻ ഷേവ് ചെയ്യുന്ന ചെറുപ്പക്കാരെ, ഈ റബീഉൽ അവ്വലിന്റെ സമ്മാനമായി നിന്റെ മുഖത്തിരിക്കട്ടെ മനോഹരമായ ധാടി. അത് ഹബീബിനോടുള്ള പ്രണയത്തിന്റെ ഭാഗമാണ്. ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നിന്നോട് അഭിമുഖീകരിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ എന്റെ ഹബീബിനെ കാണിച്ചിട്ട് ചോദിക്കുമ്പോ ആദ്യം തന്നെ ഹബീബിന് നിരക്കാത്ത ഒരു മുഖം എനിക്ക് വേണ്ട. മരണം വിളിക്കാതെ വരുന്ന അതിഥിയാണ്, ഒരുക്കാതെ വരുന്ന അതിഥിയാണ്. അതുകൊണ്ട് ആ അതിഥി വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിനെ പ്രണയിച്ചിട്ട് നീ ഒരു ധാടി നിലനിർത്തിക്കോ. ഹബീബിന് ഇഷ്ടമാണല്ലോ, ടാക്സ് കൊടുക്കാതെ കൂലി കിട്ടുന്നതാണ്, ഇൻവെസ്റ്റ് ചെയ്യാതെ ലാഭം കിട്ടുന്നതാണ്. ഈ അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്റെ മയ്യത്ത് വെക്കുന്ന സമയത്ത് ഉരുള ഉരുട്ടിയിട്ട് മണ്ണ് വെക്കുന്ന ഈ കവിൾ തടത്തിൽ ഹബീബിന്റെ സുന്നത്തൊരു പ്രൊട്ടക്ഷനാണ്. കാരണം ഈ മണ്ണ് തട്ടുന്ന കവിളിൽ വെച്ചിരിക്കുന്ന ദാടി ഹബീബായ നബിയെ പ്രേമിച്ചിട്ട് വെച്ചാൽ മോനെ നിനക്ക് പരലോകത്തത് രക്ഷയാണ്. അതുകൊണ്ട് നീ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി ജനങ്ങള് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും
ചെയ്തുക്കും എന്ന് മണ്ണിടുന്നതിന് മുമ്പ് മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്. ആ തലയണ വെക്കുന്ന സ്ഥലത്ത് ഹബീബിന്റെ സുന്നത്ത് നിനക്ക് അദാബിൽ നിന്ന് കാവലാകണ്ടേ മോനെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചിട്ട് ഞാനിതാ ധാടി നിലനിർത്തുന്നു എന്ന് തീരുമാനിക്കാൻ എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ തയ്യാറായിക്കോ. അതാണ് നമ്മുടെ റബീഇന്റെ ആഘോഷം, അതാണ് നമ്മുടെ സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഹയാത്താക്കുക, അതാണ് നമ്മുടെ ഈ റബീഇന്റെ പ്രത്യേകതയായി നാം പരിഗണിക്കേണ്ടത്. നീ വലിയ ബില്ലാദൻ ദാടിയൊന്നും വെക്കണോന്ന് പറയുന്നില്ല, നീ ക്ലീൻ ഷേവ് ചെയ്ത് തെറ്റിലേക്ക് പോകരുത്, സുന്നത്തിന്റെ വിരോധിയായി മാറരുത്, അതിനോട് ഇഷ്ടമില്ലാത്തവനായി മാറരുത്. അതുകൊണ്ട് ചില പ്രായമുള്ള ചില ഉപ്പമാരൊക്കെ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യുന്നത് കാണാം. ഏതായാലും പുതിയ പെണ്ണിന് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന നിരക്കല്ലല്ലോ ഉപ്പമാരെ നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്യുന്നത്. എന്നാൽ ആ വലിയ ഭംഗിയൊന്നുമില്ലാത്ത പ്രായമേറിയ മുഖത്ത് പ്രകാശം നിലനിൽക്കാൻ, നാളെ കൊണ്ടുപോയി ഖബറിൽ വെക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഹബീബിന്റെ സുന്നത്തൊന്ന് നിലനിർത്തിക്കൂടെയോ?